അപ്പോൾ നമുക്ക് പൂച്ചക്കുട്ടീനെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന യാണെന്ന് പറയുന്നത് കോട്ടൺ അല്ല, അക്രിലിക്കാണ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് സൈസുള്ളത് എടുക്കാൻ കാരണം സ്റ്റിച്ചുകളൊക്കെ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി സൈസുള്ള യാൺ ചൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ പഠിച്ചതുപോലെ ഫസ്റ്റ് നമ്മളെപ്പോഴും നമ്മൾ അമ്മിഗുരുമി നമ്മൾ പഠിച്ച പോലെ നമ്മൾ ബോൾ ചെയ്യാൻ പഠിച്ചില്ല, ഏകദേശം സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മാജിക് റിങ് ചെയ്യാം. മാജിക് റിങ് ചെയ്തിട്ട് മാജിക് റിങ്ങിലേക്ക് നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ സ്റ്റിച്ച് മാർക്കർ എപ്പോഴും ഇടാനായിട്ട് മറക്കരുത്. പാറ്റേൺ നോക്കി ചെയ്തു പോയാൽ മതിയാവും. ഞാൻ ഈ വീഡിയോ കണ്ട് ചെയ്യണമെന്നില്ല. Three, 4, 5, 6 6 ചെയ്തിട്ടുണ്ട്. നമുക്കിത് ടൈറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ അമ്മിഗുരുമി ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യണില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവാണ്. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ ഫുൾ ഇൻക്രീസ് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. സ്റ്റിച്ച് മാർക്കർ മാറ്റി ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് അക്രിലിക്കാണ് ആയതുകൊണ്ട് സ്റ്റിച്ചുകൾ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇത്തിരി ഫറായതുകൊണ്ട് സ്റ്റിച്ചൊന്നും ഡിഫൈൻഡ് അല്ലല്ലോ, അതുകൊണ്ട് ഇത്തിരി കണ്ടുപിടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. തന്നിരിക്കുന്നത് പക്ഷെ കോട്ടണിയാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ ഇട്ടു. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇൻക്രീസ് 6 സ്റ്റിച്ചിലും ഇൻക്രീസ് നമുക്ക് ചെയ്യാം. അതായത് 2 സിംഗിൾ ക്രോഷ്യ വീതം 6 എണ്ണത്തിൽ. അത് ഞാൻ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 12 സ്റ്റിച്ചുകളാണ് ആവശ്യമുള്ളത്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സെൻറ്ററിൽ നമുക്ക് ഹോളുള്ളത് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത 3 റോ ഞാൻ പറഞ്ഞുതരാം, അതുപോലെ തന്നെ ചെയ്താൽ മതി. ആദ്യത്തെ റോയിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആ രീതിയിൽ പോവും. അടുത്ത റോ 4ാമത്തെ റോ വരുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, നമ്മൾ ബോൾ ചെയ്തില്ലേ അതേ പാറ്റേൺ തന്നെ, 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് രീതിയിൽ പോവും. അടുത്ത റൗണ്ട് ചെയ്യുമ്പം ആദ്യത്തെ 3 സ്റ്റിച്ചിൽ 3 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ്, 3 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ് ആ രീതിയിൽ പോവും. ഞാൻ ആദ്യത്തെ റോ ആയിട്ടുള്ള സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ഇപ്പം ചെയ്യാം. ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, സ്റ്റിച്ച് മാർക്കർ ഇടാൻ മറക്കരുത്. രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ രീതിയിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആ രീതിയിൽ ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത റൗണ്ടും കൂടി ഞാൻ ചെയ്യും, 2 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ്, പിന്നെ അടുത്ത റൗണ്ടും കൂടി ചെയ്യും, 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. അപ്പോൾ ആ റൗണ്ട് വരെ, 5ാമത്തെ റൗണ്ട് വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അത് ഓൾറെഡി അമ്മിഗുരുമി നമ്മൾ ബോളിൽ പഠിച്ചേക്കണതായതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ആദ്യത്തേലൊന്ന് ഞാൻ നോട്ട്സ് തന്നിക്കണേലും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അടുത്തത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം 2 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ്, അത് കഴിഞ്ഞ് 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, അതിൻ്റെ ഒരു 5 സെറ്റ്, പിന്നെ ലാസ്റ്റത്തെ 2 സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. നമുക്കത് നമ്മുടെ പാറ്റേൺ നോക്കിയിട്ട് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ട് സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്,
പിന്നെ 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസിൻ്റെ 5 സെറ്റ് നമ്മൾ ചെയ്യണം. 2 3 4 ഇൻക്രീസ്. ഇതിൻ്റെ ഇനി 4 സെറ്റും കൂടി ചെയ്യണം. ലാസ്റ്റ് 2 സ്റ്റിച്ച് ബാക്കിയുണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 സിംഗിൾ ക്രോഷ്യ ആയിട്ട് ചെയ്യണം. അത്രയും ചെയ്തിട്ട് നമുക്ക് റൗണ്ട് 6 കംപ്ലീറ്റ് ചെയ്യാം. നമ്മളങ്ങനെ നമ്മുടെ 6 റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 7ാമത്തെ റോ മുതൽ നമ്മുടെ സെക്കൻഡ് കളറായ വൈറ്റും കൂടി നമുക്ക് ആവശ്യമാണ്. പിന്നെ 7ാമത്തെ റോ ശ്രദ്ധിച്ച് കണ്ടോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 5 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസിൻ്റെ 2 സെറ്റ്, അതായത് ആദ്യത്തെ 5 സ്റ്റിച്ചിൽ 5 ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. ഞാൻ പാറ്റേണിൽ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ വൈറ്റ് യാൺ വെച്ച് ചെയ്യേണ്ടത്. അപ്പം 3 4 5 പിന്നെ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. ഇതിൻ്റെ 2 സെറ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സെറ്റും കൂടെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. 1 2 3 4 5. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇൻക്രീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 5 സിംഗിൾ ക്രോഷ്യം കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഈ കളർ വെച്ചിട്ട്. 1 2 3 4. അടുത്ത 5ാമത്തെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഇൻക്രീസ് നമുക്ക് വൈറ്റ് വെച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 4 എണ്ണം ചെയ്തു. 5ാമത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയാണ് കളർ ചേഞ്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ 5ാമത്തെ ചെയ്യുക, 2 ലൂപ്പ് നിൽക്കില്ലേ, നമുക്ക് യാൺ ഓവർ ചെയ്തിട്ട് വലിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതിന് നമ്മൾ ചെയ്യുന്നത് വൈറ്റ് യാൺ നമ്മൾ അറ്റാച്ച് ചെയ്യും. വൈറ്റ് യാൺ എടുക്കുക, ഇത്തിരി നീളത്തിൽ നമുക്ക് എൻഡ് കൊടുക്കണം. നീളത്തിലെടുത്തിട്ട് ഈ യാൺ ഒന്ന് ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചിട്ട് ക്ലിയർ ആവുന്നുണ്ടോ? വൈറ്റ് യാൺ ഇതിൽ കൂടി പുള്ള് ചെയ്തെടുക്കുക. മനസ്സിലായോ? നമ്മൾ സാധാരണ യാൺ ഓവർ ചെയ്തിട്ട് സെയിം കളർ ചെയ്യുന്നതിന് പകരം നമുക്ക് കളർ ചേഞ്ച് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ വൈറ്റ് വെച്ചിട്ട് പുള്ള് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഇത്തിരി ലൂസായിരിക്കും, അങ്ങനെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ബാക്കിലൊന്ന് കൈവച്ച് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്താൽ വൈറ്റ് വെച്ച് നമുക്ക് ഇൻക്രീസ് അല്ലേ ചെയ്യേണ്ടത്. അത് നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. ചെയ്യുമ്പോൾ വേറെ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഈ ആണിൻ്റെ ബാക്കി എൻഡ് ഇല്ലേ, വൈറ്റിൻ്റെ ബാക്കി എൻഡ്, അതും കൂടി ചേർത്ത് വെച്ചിട്ട് അതും ആ ക്രീം കളറും കൂടി ചേർത്ത് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഇത്തിരി ലൂസായിട്ട് ഇവിടെ തോന്നും, അത് ഇവിടെ ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ആ യാണൊന്ന് വൈറ്റ് യാണൊന്ന് വലിച്ചു കൊടുത്താൽ മതി, അപ്പോൾ ടൈറ്റ് ആയിക്കോളും. ഓക്കെ, നമ്മളോട് ഇൻക്രീസാണ് വൈറ്റ് വെച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് 2 സ്റ്റിച്ചല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഓൾറെഡി. 2ാമത്തെ ഞാൻ എടുത്തിട്ട് 2ാമത്തെ ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്യില്ല, കാരണം എനിക്ക് അടുത്തത് പിന്നെ കളർ ചേഞ്ച് ചെയ്യണ്ടേ. കളർ ചേഞ്ച് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് 2 ലൂപ്പാക്കി, എന്നിട്ട് ഈ വൈറ്റ് യാൺ അവിടെ വെച്ചിട്ട് എൻ്റെ ബാക്കി ക്രീം യാണല്ലേ ബാക്കി ചെയ്യേണ്ടത്, ആ ക്രീം യാൺ എടുക്കുക. ക്രീം യാൺ വെച്ചിട്ടാണ് യാൺ ഓവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായപ്പോൾ കണ്ടോ, നമുക്ക് വൈറ്റ് ആ ഭാഗത്ത് മാത്രം വന്നു. ബാക്കിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പാറ്റേൺ ബാക്കി റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. കണ്ടോ, ബാക്കി അവിടെ വൈറ്റ് യാണ് അവിടെ തന്നെ കിടന്നുണ്ട്. നമുക്കിനി അടുത്ത റോ ചെയ്യുമ്പോഴും അത് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് വൈറ്റ് യാണ് നമുക്കത് അവിടെ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത് ഏത് യാൺ വെച്ചാൽ ക്രീം യാൺ വെച്ചിട്ടാണ് അല്ലേ, നമുക്ക് ബാക്കി പാറ്റേൺ. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മുടെ വൈറ്റ് നമുക്ക് ആ വേണ്ടടുത്ത് മാത്രമായിട്ട് വൈറ്റ് വന്നിരിക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് നമുക്ക് കളർ ചേഞ്ച് ചെയ്യേണ്ടത്. അടുത്ത റോ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി കാണാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് 5 സിംഗിൾ ക്രോഷ്യ അല്ല. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു.
ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് നോർമലി പോലെ തന്നെ ചെയ്യുക, വേറെ വ്യത്യാസമൊന്നുമില്ല. 5 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസിൻ്റെ 3 സെറ്റ്, 3 4 5. നമുക്കിനി ബാക്കിൽ ഇവിടെ ഇതുപോലെ ആ വൈറ്റിയാണ് ബാക്കി നിൽപ്പുണ്ടാകും, അതവിടെ നിന്നോട്ടെ. നമുക്കിനി അടുത്തത് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. 5 ചെയ്തു. 1 2 3 4 5 ഇൻക്രീസ്. അത് ഞാൻ ആ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. കണ്ടോ, ഇപ്പം ഇങ്ങനെയായിരിക്കും നമുക്ക് ഇരിക്കുന്നത്. ആ ഇൻക്രീസ് മാത്രം നമുക്ക് വൈറ്റ് കളറിലിരിക്കും. കണ്ടോ, ഞാനത് മൊത്തം ആ റോ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത റോയുടെ നമുക്ക് 8ാമത്തെ റോ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 3 സിംഗിൾ ക്രോഷ്യ, 1 ഇൻക്രീസ്, 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസിൻ്റെ 2 സെറ്റ്, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ, അതും കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ 7th റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 8th റോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. 8th റോയിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് 1 ഇൻക്രീസ്, അത് കഴിഞ്ഞിട്ട് 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസിൻ്റെ 2 സെറ്റ്, അത്രയും ചെയ്യണം അല്ലേ? അതറിയാവുന്നതാണ്, ഇതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്ത് പോയാൽ മതി. 3 സിംഗിൾ ക്രോഷ്യ, 2 3, 1 ഇൻക്രീസ്, അത് കഴിഞ്ഞ് 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസിൻ്റെ 2 സെറ്റ്, അത് ഞാൻ അങ്ങോട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസിൻ്റെ സെറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സിംഗിൾ ക്രോഷ്യയും കൂടിയാണല്ലേ പറഞ്ഞങ്ങനെ ക്രീം വെച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് 1 സിംഗിൾ ക്രോഷ്യയുടെ പകുതി ചെയ്ത് ആ 2 ലൂപ്പ് നിൽക്കുകയാണ്. ഇനി ഈ ക്രീം യാൺ ബാക്കിലേക്ക് വെക്കുക. നമുക്കിനി വൈറ്റ് വെച്ചല്ലേ ബാക്കി ചെയ്യേണ്ടേ? ആ വൈറ്റ് യാൺ എടുത്തിട്ട് അത് ഇതിൽ കൂടി കയറ്റുക. കണ്ടോ, ഇനി ഇവിടെ ഇപ്പോൾ ഒന്നും ടൈറ്റ് ചെയ്യണ്ട, നമുക്ക് പിന്നെ ടൈറ്റ് ചെയ്യും. ഇനി നമുക്ക് വൈറ്റ് വെച്ചിട്ട് 2 സിംഗിൾ ക്രോഷ്യയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ വൈറ്റ് 2 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ, ഇത് വൈറ്റ് ആയതുകൊണ്ടാണ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാത്തത്. വൈറ്റ് വെച്ചിട്ട് 2 സിംഗിൾ ക്രോഷ്യ, പക്ഷേ ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല, കാരണം 2 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഏതാണ്? ക്രീം പിന്നെയും ചെയ്യണം അല്ലേ? അപ്പോൾ 2 എണ്ണം, രണ്ടാമത്തത് ഞാൻ പകുതിയാക്കിയിട്ട് ഈ വൈറ്റ് യാൺ ബാക്കിലേക്ക് വെച്ചു, എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ക്രീം യാൺ എടുത്തു, എന്നിട്ട് അത് വെച്ചിട്ട് യാൺ ഓവർ പുൾ ത്രൂ ദ ലൂപ്പ്. കണ്ടോ വന്നിരിക്കുന്നത്? കണ്ടോ, ഇതുപോലെ വരും. ഇനി നമുക്ക് ബാക്കി ഫുൾ നമുക്ക് ക്രീം യാൺ വെച്ച് ചെയ്യാം. എന്താണ്? 3 സിംഗിൾ ക്രോഷ്യ, 1 ഇൻക്രീസ്, പിന്നെ 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസിൻ്റെ 2 സെറ്റ്, പിന്നെ ലാസ്റ്റ് 3 സിംഗിൾ ക്രോഷ്യ. അതിലൊരു വ്യത്യാസമില്ല, അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അങ്ങനെ നമ്മുടെ ഇൻക്രീസുകളുടെ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 9ാമത്തെ റോ മുതൽ 15ാമത്തെ റോ വരെ നമുക്ക് ഇൻക്രീസുകളൊന്നുമില്ല, സിംഗിൾ ക്രോഷ്യ മാത്രമാണ്. പക്ഷേ കളർ ചേഞ്ചിൻ്റെ അവിടെ വരും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി അടുത്ത റോയിൽ 9ാമത്തെ റോയിൽ നമ്മൾ 21 സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 എണ്ണമാണ് കളർ ചേഞ്ച്. അപ്പം ഞാൻ 21 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് വൈറ്റ് എങ്ങനെയാണ് കളർ ചേഞ്ച് ചെയ്യണമെന്ന് കാണിച്ചു തരാം. എന്നിട്ട് അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഇനി 15ാമത്തെ റോ വരെ നമ്മൾ ചെയ്തു പോകേണ്ടത്. ഓക്കെ, ഞാനപ്പോൾ ആദ്യത്തെ 9ാമത്തെ റോ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ 21ാമത്തെ ചെയ്യാൻ പോവുകയാണ്. 21ാമത്തെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ 21ാമത്തെ പകുതി വരെ ചെയ്താൽ മതി. ഇനി നമുക്ക് വൈറ്റ് യാണാണ് പുള്ളി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ വൈറ്റ് യാൺ എടുത്തിട്ടുണ്ട്. വൈറ്റ് യാണാണ് നമുക്ക് പുള്ളി ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത 4 എണ്ണത്തിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യ വൈറ്റ് വെച്ചിട്ടാണ്. അപ്പം 1 2. അത് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ക്രീം യാൺ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നേരത്തെ ഇവിടെ സ്റ്റിച്ച് ലൂസായിട്ടിരിക്കണമെങ്കിൽ അത് ടൈറ്റായി പോയിക്കോളും. 2 3 4 നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ പറഞ്ഞ പോലെ 4 പകുതി വെച്ച് നിർത്തണം, കാരണം ഇനി മൊത്തം ഏതാണ്? ക്രീം യാൺ വെച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ക്രീം യാൺ കൊണ്ടുവരിക, വൈറ്റ് യാൺ ബാക്കിലേക്ക് വയ്ക്കുക, ക്രീം യാൺ വെച്ച് കൊണ്ടുവരിക. ഓക്കെ, കണ്ടോ കളർ ചേഞ്ച് വന്നിരിക്കുന്നുണ്ടോ? ഇനി നമുക്ക് ഫുൾ 23, ബാക്കി 23 സ്റ്റിച്ചിലും
നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്യേണ്ടത്. ഇവിടെ സ്റ്റിച്ചായിട്ട് ലൂസായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സ്റ്റിച്ചുകൾ നീറ്റായിട്ട് ഇരുന്നോളും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 23 സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യാം. ഇനി അടുത്ത റോയുടെ 20 സിംഗിൾ ക്രോഷ്യയും കൂടി, അതായത് 23 സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് അടുത്ത 20 സിംഗിൾ ക്രോഷ്യയും കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. എന്നിട്ട് ആ കളർ ചേഞ്ചിങ് കാണിച്ചു തരാം. 20ാമത്തെ ഞാൻ ചെയ്യാൻ പോവാണ്. അടുത്ത റോയുടെ 10ാമത്തെ റോയുടെ 20ാമത്തെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, 20ാമത്തെ ഞാൻ പകുതി 2 ലൂപ്പാക്കി വെച്ചിട്ടുണ്ട്, ഇൻസേർട്ട് ചെയ്തിട്ട്. ഇനി നമുക്ക് ഈ വൈറ്റ് യാൺ, അപ്പോൾ വൈറ്റ് യാൺ നമുക്ക് ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത്തിരി ലൂസാക്കി വെച്ചിട്ട് വേണം ഇവിടെ വലിക്കാൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇത്തിരി മടക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതിൽ കൂടെ വലിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി നമുക്ക് എന്താണ്, 6 സിംഗിൾ ക്രോഷ്യയാണ് വൈറ്റ് വെച്ച് ചെയ്യേണ്ടത്. 6 സിംഗിൾ ക്രോഷ്യ വൈറ്റ് വെച്ച് ചെയ്യുക. ഇത് വേണമെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ ഈ ക്രീം യാണില്ലേ, ക്രീം യാണും കൂടി നമുക്ക് വേണമെങ്കിൽ പുറകിൽ വെച്ചിട്ട് തയ്ക്കാവുന്നതേ ഉള്ളൂ. അതായത് പുറകെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൽ കൂടിയും കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതും കൂടി ഇടയിൽ കയറ്റി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. 3 4 5 6th വൺ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട. 6th വൺ പകുതി ചെയ്തിട്ട് വൈറ്റ് യാൺ മാറ്റി വെച്ച് ക്രീം യാൺ വെച്ചിട്ട് ചെയ്യുക. ഇനി നമുക്ക് ബാക്കി എന്താണ്, ബാക്കി ഫുൾ സിംഗിൾ ക്രോഷ്യ മാത്രം. നമുക്ക് എത്ര സിംഗിൾ ക്രോഷ്യൻ്റെ, 22 സിംഗിൾ ക്രോഷ്യയാണ് അവിടെ ഇനി നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് അത്രയും ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളങ്ങനെ 6 റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് 15ാമത്തെ റോ വരെ ചെയ്യാം. ഈ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുന്നത്തെ സ്റ്റിച്ച് വന്നു കഴിയും. കളർ ചേഞ്ചിന് തൊട്ട് മുന്നത്തെ സ്റ്റിച്ച് വരുമ്പോൾ പകുതി വെച്ച് നിർത്താം, നമ്മൾ ചെയ്ത പോലെ. എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് ദ ഹുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, യാൺ ഓവർ പുള്ളപ്പ് ദ ലൂപ്പ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇൻസേർട്ട് ദ ഹുക്ക്, യാൺ ഓവർ പുള്ളപ്പ് ദ ലൂപ്പ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത കളർ ചേഞ്ചിനുള്ള യാണും കൂടി ചെയ്യണം. ഇതെപ്പോഴാണ് ചെയ്യേണ്ടത്, കളർ ചേഞ്ചിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റിച്ചിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നമുക്ക് 15ാമത്തെ റോ വരെ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ഈ കളർ ചേഞ്ച് ചെയ്തുള്ളത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ആയിട്ട് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഞാൻ 15ാമത്തെ റോ വരെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 11ാമത്തെ റോയാണ്. 15ാമത്തെ റോ വരെ ചെയ്തിട്ട് തിരിച്ചു വരാം.